ഐഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചോറൊക്കെ ഉണ്ണാനുള്ള സമയമായി എന്ന് തോന്നുന്നു. 2 മണിയോടൊക്കെ അടുക്കുന്നു. ഞാൻ പിന്നെ ഡയറ്റിലായതുകൊണ്ട് കുറച്ച് കുവരേക്ക് കാച്ചിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് കഴിച്ചു. ഗൈസ്, ബാക്കി ഡാഡി വന്നില്ല. ഡാഡി വരുമ്പോൾ ചോറൊക്കെ കൊടുക്കും. അപ്പോൾ ആ ചോറിൻ്റെയൊക്കെ റൈസ് വെച്ചതാണ് ഗൈസ്. വേറെ മീനില്ലായിരുന്നു ഇവിടെ, ഫിഷ് ഇല്ലാത്തതുകൊണ്ട് റൈസ് വെച്ചു. ഒരു താറാവിൻ്റെ മുട്ട ഉണ്ടായിരുന്നു, അത് മാത്രമാണ് ഇതിൽ. ശകല അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം പരിപ്പ് ഒക്കെ ഇട്ട്. ഓക്കെ ഗൈസ്, ഡാഡിക്ക് പ്രായമുള്ളത് കാരണമോ അസുഖങ്ങളൊക്കെ ഉള്ളത് കാരണമൊക്കെ ഡാഡിക്ക് ഇങ്ങനെയുള്ള ഇച്ചിരി നട്ട്സും ബദാം, ഇച്ചിരി ഈത്തപ്പഴം, ഉണക്കമുന്തിരിയൊക്കെ കഴിക്കണം ഗൈസ് കേട്ടോ. അതുകൊണ്ട് അല്ലാതെ ആഡംബരവും ഒന്നും അല്ല. ഗൈസ്, എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായൊരു കാര്യം ഉണ്ടായി 2-3 ദിവസം മുമ്പ്. ഒരു ഒട്ടും പൈസയൊന്നും ഇല്ലാത്ത, എല്ലാവരും പറയുന്നത് നമ്മളെ കേരളം ഭയങ്കര കാശുള്ളവരാണ്, കേരളത്തിലുള്ളവരെന്ന്. ബട്ട് ഒരു പെൺകൊച്ച്, ചെറുപ്പക്കാരി, അത് ഗർഭിണിയായിരുന്നു. ഇത് പ്രസവിച്ചൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ഞാൻ കാണാൻ പോയതാണ് ഗൈസ്. ഈ പ്രസവിച്ച് ഈ പെൺകൊച്ചിനാണെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പോലും പറ്റിയിട്ടില്ല നിൻ്റെ ബേബിയുടെ മദറിന്. പിന്നെ ഞാൻ അന്നേരം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പരിമിതമായ കാര്യങ്ങളെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. ചെയ്തു കൊടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മൾ എത്ര ആൾക്കാരെയാണ് കാണുന്നത് ഈ പ്രസവ രക്ഷി എന്നും പറഞ്ഞിട്ടേ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ തലമുറയിലോ മുമ്പത്തെ തലമുറകളിലുമൊക്കെ ഒരുപാട് പ്രായമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഇത് അറിയാം, പ്രസവരക്ഷയൊക്കെ എടുക്കാൻ പറ്റുന്ന. പിന്നെ അതിന് ആയുർവേദ മരുന്നുകളും പച്ചില മരുന്നുകളും ലേഹ്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അടുത്തൊക്കെ ഇങ്ങനെ വീടുകളിൽ മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന വൈദ്യരെയൊക്കെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ സഹായമെന്ന് വെച്ചാൽ ഒരു കൊച്ചി ഗർഭിണിയായാൽ തന്നെ അടുത്തുള്ളവരൊക്കെ ആഹാരമൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ആഹാരമൊക്കെ കൊണ്ടു കൊടുക്കും, അവരെ സഹായിക്കും. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാലും പ്രസവിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് കുറേ ആഹാരം നല്ല ഇതൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇന്ന് അതൊക്കെ അന്യം നിന്നും പോയി ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു 10-13 ദിവസം ആയതേ ഉള്ളൂ എണീറ്റ് നിന്നിട്ട് ജോലി ചെയ്യുകയാണ്, അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യുന്ന. പ്രസവരക്ഷ എന്ന് പറയുന്ന കുറച്ച് പിന്നെ അങ്ങാടി മരുന്നുകൾ മേടിച്ചിട്ട് തിളപ്പിച്ച് തന്നെ വെള്ളം കോരി ഒഴിച്ച് കുളിക്കുക, ചൂടുവെള്ളം ഒക്കെ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇത് പലരുടെയും ലൈഫിലുള്ളതാണ്. ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഒരു എന്താ പറയുന്നേ, ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും കാണത്തില്ല ഗൈസ്. അതൊരു സത്യം തന്നെയാണ്, നിങ്ങൾക്കറിയാം. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഗൈസ്. പിന്നെ എന്താ പറയുന്നത്, അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഓരോ ആളുകൾ, ഓരോ പെൺപിള്ളേരാണെങ്കിൽ അവരുടെയൊക്കെ വീട്ടിലെ ഹസ്ബൻഡും റിലേറ്റീവ്സും ഒക്കെ വലിയ ഫെസിലിറ്റിയുള്ള ഒരു പ്രസവരക്ഷ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് ഗൈസ്. ഇപ്പോൾ ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അവിടേക്ക് കൊണ്ടുപോയി ഭയങ്കര രീതിയിലാണ് അവർക്ക് അതിൻ്റെ പ്രസവരക്ഷ കിട്ടുന്നത്. ആ രക്ഷ വേണം ഗൈസ്. ആ രക്ഷ കിട്ടിയില്ലെങ്കിൽ സ്ത്രീകളുടെ പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിനകത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും ഗൈസ്. അപ്പോൾ നമുക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് കണ്ണീരൊഴുക്കാൻ മാത്രമേ പറ്റൂ. പിന്നെ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കാനേ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങളിലൂടെ പലരും നിങ്ങളെല്ലാം കടന്നു പോയിട്ടുണ്ടാവും ഗൈസ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആ പ്രപഞ്ചത്തിലോട്ട് പുതിയതായിട്ട് കടന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും, പ്രസവിക്കുന്ന എല്ലാ പ്രസവിച്ചവർക്കും, പ്രസവിക്കാനിരിക്കുന്ന ഗർഭിണിയായിരിക്കുന്നവർക്കും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അവർക്ക് വേണ്ടി എല്ലാ എൻ്റെ പ്രാർത്ഥനയിലെല്ലാം കാണും ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.